നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ. കോട്ടോപാടം കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് സിദാൻ ഇപ്പോൾ താരമാണ്. 2 കൂട്ടുകാരന്മാരുടെ ജീവൻ രക്ഷിച്ച സിദാന്റെ പ്രവർത്തനം നാടിന് തന്നെ മാതൃകാപരമാണ്. കോട്ടോപാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സിദാന്റെ സംയോജിതമായ ഇടപെടൽ കൂട്ടുകാരായ 2 പേരെ വൈദ്യുതാഘാതത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. വിദ്യാലയത്തിലേക്ക് പരീക്ഷകനായി വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ സ്കൂൾ ബസ് കാത്തുനിൽക്കുകയായിരുന്നു. സിദാനും കൂട്ടുകാരായ 5ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് റാജിഹും 7ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹജാസും. അതിനിടയിലാണ് തൊട്ടടുത്ത വൈദ്യുത പോസ്റ്റിൽ നിന്നും മുഹമ്മദ് റാജിഹിന് ഷോക്കേൽക്കുന്നത്. പ്ലാസ്റ്റിക് പാത്രം കൊണ്ട് മുഹമ്മദ് റാജിഹ് കളിക്കുന്നിടെ തൊട്ടപ്പുറത്തുള്ള പറമ്പിലേക്ക് പോയി. ഇതെടുക്കാൻ മതിലിൽ കയറിയതോടെ കാലുവഴുതി വീഴാതിരിക്കാൻ പിടിച്ചത് വൈദ്യുതകാലിൽ സ്ഥാപിച്ച ഫ്യൂസുകൾക്കിടയിൽ വലത് കൈ കുടുങ്ങിയതോടെ ഇടത് കൈ കൊണ്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നിടെയാണ് വൈദ്യുതഘാതമേറ്റതെന്ന് മുഹമ്മദ് റാജിഹ് പറഞ്ഞു. ഇത് കണ്ടയുടൻ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 7ാം ക്ലാസ്സുകാരൻ ഷഹജാസിനും നിസ്സാരമായ പൊള്ളലേറ്റു. എന്നിട്ട് എടുക്കാൻ ഇറങ്ങിയപ്പോൾ ആ പക്കത്ത് കൂടി ഇറങ്ങാൻ നോക്കിയപ്പോൾ എൻ്റെ കൈ ഇപ്പോൾ ഫ്യൂസിൻ്റെ അടിയിൽ കുടുങ്ങി. അപ്പോൾ ആ കൈ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഷോക്ക് അടിച്ചത്. പിന്നെ ഷൈജാസിൻ്റെ ഷൂ തൊട്ട് ഓണിക്ക് ഷോക്ക് അടിച്ചു. പിന്നെയാണ് സിദാനെ വടി കൊണ്ടിൻ്റെ 2 വട്ടം ഇവിടെ തല്ലി, 3ാമത്തെ വട്ടം തലമുഖം തല്ലി. കഴിഞ്ഞ് ഞാനവിടെ പോന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പിന്നെ ഹെൽത്ത് സെൻ്ററിൽ കൊണ്ടുപോയി ഓയിൻമെൻ്റൊക്കെ തേച്ചു. തികച്ചും അപ്രതീക്ഷിതമായ സംഭവത്തിൽ സ്വന്തം ജീവന് അപകടവും ഗുരുതരമായ പരിക്കുകൾ പറ്റുമെന്നും കണക്കിലെടുക്കാതെ അവസരോചിതമായാണ് മുഹമ്മദ് സിദാൻ 10 വയസ്സുകാരൻ അടുത്ത് കിടക്കുന്ന വടി ഉപയോഗിച്ച് കൂട്ടുകാരനെ 2 പേരെയും വൈദ്യുതാഘാതത്തിൽ നിന്ന് രക്ഷിച്ചത്. സിദാന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് കൂട്ടുകാർക്ക് രക്ഷയായത്. കോട്ടോപാടം കൊടുവാളിപ്പുറം കല്ലായത്ത് വീട്ടിൽ ഉമ്മർ ഫാറൂഖിൻ്റെയും ഫാത്തിമത്ത് സുഹറയുടെയും മകനാണ് മുഹമ്മദ് സിദാൻ. പോയി പിടിച്ചിട്ട് എനിക്ക് ഷോക്ക് അടിച്ചു. അതിൽ കൈ വേഗം വലിച്ചിട്ടാണ് ഇവനോട് പറഞ്ഞു, എനിക്ക് ഷോക്ക് അടിച്ചാണ് വടി എടുത്ത് അടിച്ചെന്ന് പറഞ്ഞു. അതിലാണ് വടി എടുത്ത് അടിച്ചു. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ആൾക്കാരെ വിളിച്ച് നോക്കി. അതിൽ അപ്പുറത്തേക്ക് പോകുന്നു ആൾക്കാർ വരുന്നതിനുണ്ട്. അതിൽ ആർക്കും അങ്ങോട്ട് ചാടാൻ നോക്കിയില്ല. അതിലൊരു സ്കൂട്ടി ആൾക്കാരാണ്. അപ്പോൾ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് അപ്പുറത്ത് ഇറങ്ങി എടുക്കുക വെച്ചു. അപ്പോൾ നീച്ചിയും അപ്പം അപ്പുറത്തേക്ക് വെച്ചു. മുത്തനിൽ സലീമിൻ്റെ മകൻ മുഹമ്മദ് റാജിഹും പൂവത്തുംപറമ്പൻ യൂസഫിൻ്റെ മകൻ ഷഹജാസുമാണ് നിസ്സാര പരിക്കോടെ രക്ഷപ്പെട്ടത്. കൂട്ടുകാരുടെ ജീവന് തുണയേകുന്നതിൽ അങ്ങേയറ്റം മാതൃകപരമായ ധീരതയും മനസാന്നിധ്യം പ്രകടിപ്പിച്ച മുഹമ്മദ് സിദാനെ സ്കൂൾ PTA-യും സ്റ്റാഫ് കൗൺസിലും അനുമോദിച്ചു. ഷോക്ക് അടിച്ചു ഞങ്ങളായിരുന്നപ്പം ഇങ്ങനത്തെ ഒരു മുള്ളും കട്ടിലെന്നാ വടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ വടി വലിച്ചെടുത്തു. മുള്ളുത്തി കഴിഞ്ഞു അതൊന്നും നോക്കില്ല. വലിച്ചെടുത്തിട്ട് ഓനെ ഫസ്റ്റ് ഒരു വട്ടം അടിച്ചു, ഇതായില്ല. പിന്നെ അടിച്ചു, പിന്നെ തലക്കിട്ടടിച്ചപ്പോഴാണ് ഇതിങ്ങനെ എവിടുന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടിയത്? അത് ഉമ്മ പറഞ്ഞു അമ്മായിക്ക് അന്ന് ഷോക്ക് അടിച്ചപ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു, ഷോക്ക് അടിച്ചാൽ ഉണങ്ങിയ വടിയോട്ട് അടിച്ചാൽ മതി പറഞ്ഞു. അപ്പം അങ്ങനെ അടിച്ചു. ടീച്ചർമാരൊക്കെ ഇപ്പോൾ വന്നു പോയി. പിന്നെ സാറ് ഉച്ചക്ക് വന്നു. സ്കൂൾ പ്രിൻസിപ്പൽ MB സാദിഖ്, ഹെഡ് മാസ്റ്റർ ശ്രീധരൻ പേരേഴി, മാനേജർ കല്ലടി റഷീദ്, സ്കൂൾ PTA പ്രസിഡന്റ് KT അബ്ദുള്ള, സ്റ്റാഫ് സെക്രട്ടറി P ഗിരീഷ്, സീനിയർ അസിസ്റ്റന്റ് KS മനോജ്, സീനിയർ അധ്യാപകൻ P മനോജ്, K മൊയ്തുട്ടി എന്നിവർ സംബന്ധിച്ചു. കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളായ 3 കുട്ടികൾ ഇന്നലെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അതിലൊരു കുട്ടി, റാജിഹ് എന്ന കുട്ടി, ഫ്യൂസ് കെട്ടിയിട്ടുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റ്. ആ പോസ്റ്റിൽ കയറി പിടിക്കുകയും അവന് ഷോക്കേൽക്കുകയും ചെയ്തു. ഷഹജാസ് എന്നുള്ള കുട്ടി ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ തെറിച്ചു പോകും. 3ാമത്തെ കുട്ടി, അതായത് മുഹമ്മദ് സിദാൻ കളയത്ത് എന്നുള്ള കുട്ടി, ഉമർ ഫാറൂഖ് കളയത്ത് എന്നുള്ള ആളുടെ മകനാണ്.
അവൻ ധൈര്യസമയം ഒരു വർഗ്ഗകൂലിയെടുത്ത് ഈ കുട്ടിയെ ആ ഇലക്ട്രിക് ഷോക്കിൽ നിന്നും വിമുക്തനാക്കി. ഇവൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയ അനുഭവ പാഠമാണ് ഇവനതിന് പ്രയോഗിച്ചത്. ആ സമയത്ത് അവൻ അനുവർത്തിച്ച വിപതി ധൈര്യത്താൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ഇത് ഞങ്ങളുടെ സ്കൂളിനും ഈ നാടിനും വലിയ അഭിമാനമായിട്ടുണ്ട്. മുഹമ്മദ് സിദാൻ കെ എന്ന കുട്ടി, അവനെ ഇന്ന് താൽക്കാലികമായിട്ടൊന്ന് ആദരിച്ചിട്ടുണ്ട്. ഇനി അസംബ്ലിയിൽ വെച്ച് ആദരിക്കും. MP-യും MLA-യും വരുന്നുണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിൽ. അപ്പോൾ അവരും ഇവന് ആദരവ് സമർപ്പിക്കും. ഞങ്ങളുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോയിട്ടുള്ള 3 പേരുടെയും പരിക്ക് പറ്റിയ കുട്ടിയുടെ കയ്യിലൊക്കെ പൊള്ളലുണ്ട്, സുഖമായി വരുന്നു. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളുടെ കൈ എത്തുന്ന അകലത്തിൽ ഫ്യൂസിൽ വയ്ക്കരുത്. എപ്പോഴും അബദ്ധം വരും. കുട്ടികൾ പ്രത്യേകിച്ചും അവർ അന്വേഷണ കുട്ടികളാണ്. അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലുണ്ട്. ശ്രദ്ധിക്കണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു. താങ്ക് യു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ്, കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.